നമസ്കാരം. നേരത്തെ എത്തിയ കാലവർഷം സംസ്ഥാനത്ത് തിമിർത്ത് പെയ്യുകയാണ്. ആദ്യ ദിനം മുതൽ തന്നെ സംസ്ഥാനത്തുടനീളം ലഭിക്കുന്നത് അതിശക്തമായ മഴയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വരും മണിക്കൂറിലും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. 29, 30 തീയതികളിൽ അതീവ ജാഗ്രത വേണം എന്നും നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിൽ സാധാരണയിൽ കൂടുതൽ മഴ പെയ്യുന്നതിൽ ആശങ്ക വേണോ? എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുകയാണ് വിശദമായി. സ്വാഗതം പ്രേക്ഷകർക്ക്. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ശ്രീമതി നിത കെ ഗോപാൽ, ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ എസ് ശ്രീകുമാർ എന്നിവരാണ്. ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്നുള്ളത് അറിയാൻ നമുക്കൊപ്പം പ്രതിനിധികൾ തത്സമയം ഉണ്ടാവുകയും ചെയ്യും. ആദ്യം ഞാൻ പോകുന്നത് ശ്രീമതി നിത കെ ഗോപാലിലേക്കാണ്. ശ്രീമതി നീത, നമ്മൾ ആദ്യ ദിവസം മുതൽ കാണുന്ന മഴ അത് അതിശക്തമായ മഴയാണ്. 8 ദിവസം മുൻപേ കാലവർഷം എത്തുന്നു. 24-ാം തീയതി കാലവർഷം എത്തി എന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് തുടർച്ചയായ മഴയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി എറണാകുളത്തൊക്കെ അല്പം തോർന്നു നിൽപ്പുണ്ട്. മറ്റുള്ള ഇടങ്ങളിലെ കാര്യം എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ മഴ തുടങ്ങിയതിനു ശേഷം ഇത്ര കുറച്ച് സമയമെങ്കിലും തോർന്നു നിൽക്കുന്നത് ഈ 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്ര ഈ ഒരു മൺസൂൺ തുടക്കത്തിൽ തന്നെ ഓൺസെറ്റ് തന്നെ ഇത്ര വിഗറസായി ഒരു മഴക്കാലം? അതെന്തുകൊണ്ടാണ് നീത കെ ഗോപാൽ? തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് വളരെ ശക്തിയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സാധാരണഗതിയിൽ ഒരു 4-4.5 കിലോമീറ്റർ വരെയൊക്കെയാണ് ഈ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഒരു പ്രഭാവം കാണാറുണ്ടായിരുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു 6 കിലോമീറ്ററിന് മുകളിൽ വരെ കേരളത്തിനടുത്തൊക്കെ ഈ കാലവർഷക്കാറ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കാണാറുണ്ട്. അതും അതിശക്തമായ കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളും കാറ്റ് കൊണ്ടുണ്ടാകുന്നതും ഈ മഴയുടെ ശക്തിയും വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാലവർഷക്കാലത്ത് ഈ മഴ പെയ്യുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി മുകളിലേക്ക് ഉയർന്ന് അത് മഴയായി പെയ്യുകയാണ്. അപ്പോൾ വളരെ വലിയ ഉയരത്തിലുള്ള ഒരു പാളി മേഘങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തിയായ മഴ അതും തുടർച്ചയായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് അത്ര അധികം ഇങ്ങനെയൊരു ഓൺസെറ്റ് ഫേസ് അത്ര സാധാരണമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ഇമ്മീഡിയറ്റ് പാസ്റ്റ് നമ്മൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഈ പല ഘടകങ്ങൾ കൊണ്ടാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് മൺസൂണിനെ പറ്റി ഒരു മുഴുവനായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടില്ല. കാരണം മൺസൂൺ എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഫീച്ചറോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഫീച്ചറോ എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വായു പ്രവാഹമാണ് ഭൂമധ്യരേഖ കടന്ന് നമുക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഗ്ലോബലായിട്ടുള്ള പല പാരാമീറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മൺസൂൺ പ്രവാഹത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ രണ്ട് അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ലാനിന കണ്ടീഷൻ, നമ്മൾ എൽനിനോയുടെ വിപരീത കണ്ടീഷനായ ലാനിന കണ്ടീഷൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മൺസൂൺ പൊതുവേ നമുക്ക് നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ലാനിന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമ്മൾ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു പടിഞ്ഞാറൻ ഈ ശാന്തസമുദ്രം കുറച്ച് തണുത്ത നിലയിലാണ്, സാധാരണയിലും കുറച്ച് തണുത്ത നിലയിലാണ്. അപ്പോൾ ലാനിന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ -0.5 ഡിഗ്രി സെൽഷ്യസ് മീൻ ടെമ്പറേച്ചർ വരണം എന്നാണ് ഡിപ്പാർച്ചർ. പക്ഷേ -0.5 ഇല്ലെങ്കിലും അതിൽ താഴെയാണ്, പക്ഷേ അത് നെഗറ്റീവ് സൈഡിലേക്കാണ്. അപ്പോൾ അതായത് ലാനിനയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അതിന് ശക്തി കുറഞ്ഞൊരു ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുകൂടാതെ ഒരു മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു കൺവെക്ഷൻ, അതായത് ഈ ക്ലൗഡിൻ്റെ ഫോർമേഷനും അതിൻ്റെ ഈസ്റ്റ് വേർഡ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള പ്രവാഹവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സാണ്, ഒരു മോണിറ്ററിങ് ഇൻഡെക്സാണ്. അപ്പോൾ ആ ഇൻഡെക്സും ഇത്രയും ദിവസം നമുക്ക് ഫേവറബിൾ ആയിരുന്നു. അടുത്ത ആഴ്ച മുതൽ അതല്ലെങ്കിൽ ഒരു 30-ാം തീയതിക്ക് ശേഷം അത് വീണ്ടും പിന്നെ അത് നമ്മുടെ പസഫിക് ഓഷ്യനിലേക്ക് നീങ്ങും. അപ്പോൾ ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ചൈന സീയെ ഒക്കെ സ്വാധീനിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ശക്തമായിട്ടുള്ള മഴ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ നമ്മുടെ ലോക്കലി ഉള്ള കണ്ടീഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബംഗാൾ ഉൾക്കടലൊരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടിട്ടുണ്ട്. അത് 2 ദിവസത്തിനകത്ത് കുറച്ച് ശക്തി പ്രാപിച്ച ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷനിങ്ങും നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള
മഴ കൂടാൻ അനുകൂലമായിട്ടുള്ള ഒരു അതെ, സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഈ ഫേവറബിൾ എന്നുള്ള വാക്ക്, ശ്രീമതി നീത, ഫേവറബിൾ എന്നുള്ള വാക്ക് നമ്മൾ ഈ തരത്തിലേക്ക് മഴ പെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു നാശനഷ്ടവും ഇപ്പൊ തുടങ്ങിയിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, ജൂൺ പോലും തുടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അഭിമുഖീകരിക്കുമ്പോൾ ഇനിയും മഴ ശക്തിപ്പെടും എന്നുള്ളതല്ലേ? അപ്പോൾ എന്താകും എന്നൊരു ആശങ്ക, ശ്രീമതി നീത. അല്ല, അത് മൺസൂൺ മഴ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ട് പെയ്യുന്ന ഒരു മഴയല്ല. അതിങ്ങനെ ഒരു ഒരു ആക്റ്റീവ് ഫേസ്, അത് കഴിയുമ്പോൾ ഒരു വീക്ക് ഫേസ്, പിന്നെ ഒരു ആക്റ്റീവ് ഫേസ്, അങ്ങനെയാണ് വരിക. ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം ജൂൺ 1 മുതൽ മഴ കാര്യമായിട്ട് കുറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ പെയ്യുന്ന മഴ മൺസൂൺ കാലവർഷക്കാലത്തിലെ മഴയിലേക്ക് നമ്മൾ കണക്കാക്കുന്ന പോലുമില്ല. അതൊന്ന്. പിന്നെ നമ്മൾ ജൂൺ 1 മുതലാണ് മഴ കണക്കാക്കി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ജൂൺ ഒരു ആദ്യത്തെ ആഴ്ച നമുക്ക് ഒരു മഴ തീരെ തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കാലവർഷക്കാലം ടെക്നിക്കലി തുടങ്ങുന്ന ജൂൺ 1 നമുക്ക് മഴ ഉണ്ടാവില്ല. ശരി, അതിലൊരു സംശയമുണ്ട് ശ്രീമതി നീത. ഇപ്പോൾ പെയ്തിരിക്കുന്ന അതെ, ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ കാലവർഷം എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയ് 24 കാലവർഷം എത്തി, അത് 2009 ശേഷമാണ് ഇത്ര നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജൂണിന് മുൻപ് കാലവർഷം എത്തിയാൽ പോലും അത് ആ കണക്കിൽ പെടുത്താത്തത് എന്തുകൊണ്ടാണ് നീത? അത് നമ്മൾ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡേറ്റ്സ് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള മഴ മാത്രമേ നമ്മൾ മൺസൂൺ മഴ എന്ന രീതിയിൽ നമ്മൾ കണക്കുകൾ തമ്മിൽ താരതമ്യ പഠനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, വേരിയിങ് പീരീഡ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷം എന്ന് പറഞ്ഞാൽ മെയ് 24 മുതലുള്ള മഴ നമ്മൾ മൺസൂൺ മഴയായിട്ട് കണക്കാക്കേണ്ടി വരും. ചില വർഷങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റ് ഓൺസെറ്റ് ഉണ്ടായത് ഒരു ജൂൺ 18 അപ്പോൾ ജൂൺ 18 മഴയെ അപ്പോൾ നമുക്ക് കണക്കാൻ പോലെ. അപ്പോൾ ആ കമ്പാരിസണിലൊരു എന്താ പറയുക, ഒരു കൃത്യത വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് ഡാറ്റ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സീസൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാലണ്ടർ ഡേയ്സ് അനുസരിച്ചിട്ടാണ് സീസൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വൽ സീസൺ തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രൊസീജിയർ വേണം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. അതെ, ഇപ്പോൾ സാധാരണ എല്ലാ വർഷവും നമ്മൾ മൺസൂൺ എന്ന് പറയുമ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 1 മുതലുള്ളതാണ് കണക്കാക്കുന്നത്, അത് മനസ്സിലായി. നീത, ഇപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പതിയെ, അത് ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ തുടങ്ങി പതിയെ വടക്കോട്ട് പോകുന്ന തരത്തിലേക്കൊക്കെയാണ്. പക്ഷേ ഇത് ആദ്യ ദിനം തന്നെ നമ്മൾ എല്ലായിടങ്ങളിലും ഒരുപോലെ തന്നെ മഴ, അതിനുശേഷം അത് ഗോവൻ തീരത്തേക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കാറ്റ് എന്നുള്ളത് വളരെ പ്രധാനവുമാണ്. അത് ഈ പറയുന്ന കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ ഭാഗമായി കൂടി ഇതിനെയൊക്കെ നമ്മൾ കണക്കാക്കണമോ? അങ്ങനെയെങ്കിൽ ഇത് ഈ തരത്തിലേക്കൊക്കെ ആയിരിക്കുമോ ഇനിയും വരും കാലങ്ങളിലും? അത് 2 പോയിന്റാണ് അതിൽ പറയാനുള്ളത്. ഒന്ന്, ഗോവൻ തീരത്തേക്കും ബോംബെ കോസ്റ്റിലേക്കൊക്കെ നേരത്തെ എത്തിയത്. അപ്പോൾ നമുക്ക് ഗോവൻ തീരത്തിനടുത്തൊരു ചക്രവാത ചുഴിയും പിന്നെ ഒരു ന്യൂനമർദ്ദ മേഖലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിപ്രഷനായി അത് ബോംബെ തീരത്തേക്ക് വടക്കോട്ടേക്ക് അത് നീങ്ങി ബോംബെ തീരത്തേക്ക് എത്തി. അപ്പോൾ ആ ചക്രവാത ചുഴി അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദ മേഖല കാറ്റിനെ, വെസ്റ്റേൺ ഈ കറണ്ടിനെ വലിച്ചുകൊണ്ടങ്ങ് മുകളിലേക്ക് നോർത്തിലേക്ക് പോയതുകൊണ്ടാണ് പെട്ടെന്ന് മൺസൂൺ അവിടെ എത്തിയത്. അത് ഒരു കാര്യം. നേരത്തെ ബോംബെയിൽ എത്താനുള്ളതിൻ്റെ കാരണം പ്രധാനമായിട്ടും അതാണ്. പിന്നെ രണ്ടാമത് ഈ കാറ്റിൻ്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മൺസൂൺ പ്രവാഹം വളരെ ശക്തിയാണ്, വളരെയധികം ഉയരത്തിലേക്ക് ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു എപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്മൾക്കൊരു സാധാരണ 3.5 അല്ലെങ്കിൽ 4 കിലോമീറ്റർ വരെയൊക്കെയാണ് നമ്മൾ ശക്തിയായിട്ടുള്ള ഈ മൺസൂൺ കറണ്ട് അല്ലെങ്കിൽ വെസ്റ്റർലി വിൻഡ് നമ്മൾ കാണാറുള്ളൂ. ഈ വർഷം അതിന് വിരുദ്ധമായിട്ട് നമ്മൾ വളരെയധികം ഉയരത്തിൽ തന്നെ വളരെ ശക്തിയായ കാറ്റാണ്. അതും നമ്മളൊരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ 4.5 കിലോമീറ്റർ ഹൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ 80-90 km/h സ്പീഡിലുള്ള കാറ്റാണ്. അത്രയും ശക്തിയായ കാറ്റാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം സാധാരണഗതിയിൽ 40 to 50 എന്ന തരത്തിലേക്കൊക്കെയാണ് അത് പോകാറ് അല്ലേ? അത് ഞാൻ ഏറ്റവും ഉയരത്തിലുള്ള കാറ്റിൻ്റെ 4.5 കിലോമീറ്റർ ഉയരത്തിലുള്ള കാറ്റിൻ്റെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നലെ നമ്മൾ സർഫസ് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഒബ്സർവേഷൻ ലെവലിൽ, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഇന്നലെ ഈ നല്ല മഴയോട് കൂടി അനുബന്ധിച്ചുണ്ടായിട്ടുള്ള ശക്തിയായ കാറ്റും അത് മെഷർ ചെയ്തപ്പോൾ ഇന്നലെ ഒരു സ്റ്റേഷനിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും 78 km/h സ്പീഡ് വരെ മാക്സിമം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും 60-ന് മുകളിൽ
വിൻഡ് സ്പീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങനെ ഒരു പൾസസ് അല്ലെങ്കിൽ ഒരു സർജ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ്സ് ആയിട്ടാണ് വരുന്നത്. അത് ഒരു അതിശക്തമായ ഒരു മഴയും അതിനോട് കൂടിയുള്ള കാറ്റും അത് കുറേ നാശനഷ്ടങ്ങൾ വരുത്തി അതിങ്ങനെ വടക്ക് നിന്ന് തുടങ്ങി അത് തെക്കോട്ടേക്കാണ് ആ മൺസൂൺ അല്ല ആ ക്ലൗഡ് സിസ്റ്റം മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ നമ്മൾ ഏകദേശം ഇതേപോലെ ഒരു പാറ്റേൺ കണ്ടിരുന്നു. ജൂലൈ തുടക്കത്തിൽ കുറച്ച് അധികം നാശനഷ്ടം, മരവും വീണും മറ്റുമൊക്കെ ഒത്തിരി നാശനഷ്ടങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതേപോലൊരു മൂവ്മെൻറ്റാണ് ഇപ്പോഴത്തെ ഈ ക്ലൗഡ് സിസ്റ്റത്തിനുള്ളത്. അപ്പോൾ മഴ പൊതുവേ പെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഇങ്ങനെ അതിശക്തമായ ഒരു കാറ്റിൻ്റെ ഒരു മഴയുടെ ഒരു സർജ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പം ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ആണെന്ന് വെച്ചാൽ ഈ അതിശക്തമായ മഴ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റിസൾട്ട് തന്നെയാണ്. കാരണം അന്തരീക്ഷ വായുവിന് ചൂട് കൂടുമ്പോൾ അതിന് തടഞ്ഞു നിർത്താവുന്ന അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്യാവുന്ന മോയ്സ്ചറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ പേപ്പറിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടിയ താപനിലയിലിരിക്കുന്ന അന്തരീക്ഷ വായുവിന് കൂടുതൽ നീരാവി കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അത് തണുത്തുറയുമ്പോൾ കൂടുതൽ മഴ പെയ്യും. അതായത് അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് നമ്മൾ പറയും. അതിലുള്ള മഴയായിട്ട് പെയ്യാൻ ശക്തിയുള്ള അല്ലെങ്കിൽ പറ്റുന്ന അത്ര വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ആ ചൂട് കൂടിയ അന്തരീക്ഷം കൂടുതൽ മോയ്സ്ചർ അല്ലെങ്കിൽ നീരാവി കൊണ്ടു നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ മഴ ചെറിയ സമയത്തിൻ്റെ അകത്തുണ്ടാകുന്നു. അത് നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, അപ്പോൾ എനിക്കൊരു സംശയമുള്ളത് ശ്രീമതി നീത, ഈ തരത്തിലേക്കാകും ഇത്തവണ മൺസൂൺ തുടങ്ങുമ്പോൾ നേരത്തെ എത്തുമായിരിക്കുമെന്ന് ഒരു റിപ്പോർട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ 27 എന്ന തരത്തിലൊക്കെയാണ് ആദ്യം തീയതി കേട്ടത്. പിന്നീടാണ് അത് 24 തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ ആ റിപ്പോർട്ടൊക്കെ കണ്ടത്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലേക്ക് ഒരു വലിയ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും അതെല്ലാ ദിവസങ്ങളിലും അങ്ങനെയാകും എന്ന തരത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് മുൻകൂട്ടി പറയാനുള്ള സംവിധാനം നമുക്കില്ലാത്തതാണോ? അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമല്ലേ? അത് 27-ാം തീയതി എന്ന് പറഞ്ഞത് മൺസൂൺ വരുന്നത് അത് നമ്മുടെ ഫോർകാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മൺസൂൺ ഓൺസെറ്റ് ഓവർ കേരള അല്ലെങ്കിൽ കേരളത്തിൽ കാലവർഷം എത്തുന്ന ദിവസം മെയ് 27 ആയിരിക്കും. അതിന് 4 ദിവസം മുൻപോ 4 ദിവസം കഴിഞ്ഞോ ആവാം എന്നുള്ളതായിരുന്നു ഫോർകാസ്റ്റ്. ആക്ച്വലി ഈ മൺസൂൺ കറണ്ട് കേരളത്തിലെത്തിയ ദിവസമാണ് 24 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓൺസെറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത ദിവസം. അതിൽ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ±4 days സെൻറ്റേഡ് അറ്റ് 27th May എന്ന് പറയുമ്പോൾ 24th May എന്ന് പറയുന്നത് നമ്മുടെ ഫോർകാസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഫോർകാസ്റ്റും ആക്ച്വൽ ഒബ്സർവേഷനുമാണ്. ഫോർകാസ്റ്റാണ് 27th, ആക്ച്വൽ ഒബ്സർവേഷനാണ് 24th, ഓർ ആക്ച്വൽ ഡിക്ലറേഷനാണ് 24th May എന്ന് പറയുന്നത്. പിന്നെ മഴയുടെ കാര്യം നേരത്തെ തന്നെ നമ്മൾ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റിലും അങ്ങനെയല്ലാതെ നമ്മുടെ ഈ 5 ദിവസത്തെ ഈ ജില്ലാ തിരിച്ചുള്ള ഈ മഴ മുന്നറിയിപ്പിലും എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 23-ാം തീയതിക്ക് ശേഷം മഴ ശക്തമാകുമെന്നും അത് 28 അല്ലെങ്കിൽ 29 വരെ അത് തുടർന്ന് പോകുമെന്നും പല സ്ഥലങ്ങളിലും അത് ബ്രീഫിംഗ് മീറ്റിങ്ങുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മഴയെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് നീത, ഈ കാറ്റിന്റെ കാര്യമാണ്. അതായത് അതാണല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ എല്ലായിടത്തും നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യ ദിവസം മുതൽ ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് പോലും ഈ കാറ്റിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, അതൊരു അസാധാരണ സാഹചര്യമാണ്. ഇത്രയും വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റ് എല്ലാ ദിവസവും തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാനുള്ള സാഹചര്യം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് കാറ്റെന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സ്കെയിലിൽ അനുഭവപ്പെടുന്ന, അതായത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് മാത്രം ചെറിയൊരു കുറച്ച് കിലോമീറ്ററുകളിലേക്ക് മാത്രം 1-2 മിനിറ്റ് മാത്രം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മോണിറ്റർ ചെയ്യുന്നതിനും ഫോർകാസ്റ്റ് ചെയ്യുന്നതിനും ഒരു എന്താ പറയുക, സയൻറ്റിഫിക്കലി അതിനൊരു തടസ്സമുണ്ട്. അത് ഒരു സയൻറ്റിഫിക് പ്രോബ്ലമാണ്. നമുക്ക് ഇത്രയും ചെറിയ സ്കെയിലുള്ള കാര്യങ്ങൾ ഒത്തിരി കാലം മുൻപേ അല്ലെങ്കിൽ എന്താ പറയുക നോട്ടീസ് പീരീഡ് അധികം ഉണ്ടാവില്ല. ഇത്രയും ചെറിയ സ്കെയിലുണ്ടാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസം, എന്ത് പ്രതിഭാസമായിക്കോട്ടെ, പ്രകൃതിയിലുണ്ടാകുന്ന ഏത് പ്രതിഭാസമാണെങ്കിലും ചെറിയ സ്കെയിലാകുമ്പം അതിൻ്റെ നോട്ടീസ് പീരീഡും ചെറുതായിരിക്കും. വലിയ ലാർജ് സ്കെയിലുള്ള ഒരു പ്രതിഭാസമാണെങ്കിൽ അതിൻ്റെ നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡ് ടൈം കൂടുതലായിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ഈ IMDയുടെ നൗകാസ്റ്റുകൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മളെപ്പോഴും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. നൗകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റഡാർ ഉപയോഗിച്ചും നമ്മളുടെ മറ്റ് ഒബ്സർവേഷൻ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനെ അസസ് ചെയ്തിട്ട് അതിനോട് കൂടി 3 മണിക്കൂർ നേരത്തേക്കുള്ള കണ്ടീഷൻസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ നൗകാസ്റ്റിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ശക്തിയായ കാറ്റിലുമൊക്കെ നൗകാസ്റ്റാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മോണിറ്ററിങ് ടൂൾ അല്ലെങ്കിൽ ഫോക്കാസ്റ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. അത് ഇത്രയും ചെറിയ സ്കെയിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്കത് ഒരാഴ്ച മുൻപോ നമുക്കൊരു ഏകദേശ ധാരണ തരാൻ പറ്റും കാറ്റ് ശക്തിയായിരിക്കും. അത്രയേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് നൗകാസ്റ്റ് തന്നെ ഫോളോ ചെയ്യണം ഈ അതിശക്തമായ കാറ്റ് എവിടെയാണ് വീശുന്നതെന്ന് അറിയാനായിട്ട്. ശരി, താങ്കൾ നമുക്കിപ്പോൾ ഒരു അല്പസമയം കൂടി തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്, മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉയർന്ന തിരമാലയുണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിൽ റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ആ തരത്തിലേക്കൊരു റെഡ് അലേർട്ട് ഉള്ളത്. തീരദേശവാസികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ ശ്രീകുമാറിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ എന്നാണ്. 29-30 തീയതികളിലൊക്കെ കൂടുതൽ ജാഗ്രത വേണമെന്ന് മന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഇനി ഏത് തരത്തിലേക്കാണ് ജാഗ്രത കടുപ്പിക്കേണ്ടത് ഡോക്ടർ ശ്രീകുമാർ? നമ്മൾ ഈ വർഷത്തെ ഒരു മൺസൂണിൻ്റെ തുടക്കം വളരെ നേരത്തെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വലിയ ചൂട്, ആ ചൂടിനെ അതിജീവിക്കാനുള്ള പരിപാടികളുമായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരുങ്ങുന്ന ഒരു സമയമായിരുന്നു. ഏപ്രിലും മെയ് പകുതിയും ഒക്കെ തന്നെ. അപ്പോൾ ആ സമയത്താണ് വളരെ നേരത്തെ തന്നെ ഈ മൺസൂൺ നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ മൺസൂണിന് മുമ്പായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടുമിരിക്കുന്നുണ്ട്. കാരണം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിനകത്ത് മൺസൂൺ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഓരോ വകുപ്പുകളും, അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുന്നൊരുക്കങ്ങൾ, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത്, ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത്, വളരെ കൃത്യമായിട്ടുള്ള ആ ഓറഞ്ച് ബുക്കിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രവൃത്തികൾ നമ്മൾ മുന്നൊരുക്കങ്ങളായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ വർഷം ഇത് ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിൽ ഒരു കൃത്യമായ മുന്നൊരുക്ക് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് നമ്മൾ ശരിക്കും അത് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം. പക്ഷേ ഇപ്പം നമ്മൾ 2018 ശേഷം നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ദുരന്ത നിവാരണ പ്ലാനുകളുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ലഭ്യമായിട്ടുള്ള ദുരന്ത നിവാരണ പ്ലാൻ, കിലയും ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടെ ചെയ്തിട്ടുള്ള, ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഈ രേഖ അതനുസരിച്ചിട്ട് എവിടെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, സോയിൽ പൈപ്പിങ്ങിനുള്ള സാധ്യതകളുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ പ്രദേശത്തും വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഈ രേഖയിൽ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ദുരന്തം എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകും. പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തമാകുക എന്ന് പറയുന്നത് അത് അപ്പോഴാണല്ലോ നഷ്ടങ്ങളുണ്ടാകുക. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ദുരന്തമുണ്ടാകുക എന്ന് പറയുമ്പോൾ ഇത്തരം സാധ്യതാ പ്രദേശങ്ങളിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റവന്യൂ വകുപ്പുകളും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതും എല്ലാം കൂടി ഒരു ഏകോപനം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 269 പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിലയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടെ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 4 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ DM പ്ലാൻ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഉണ്ട്. അപ്പോൾ ഈ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
പഞ്ചായത്തുകൾ, അവിടുത്തെ നമുക്കൊരു വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ദുരന്ത നിവാരണം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഓരോ പ്രദേശവും ഈ രേഖകൾ പരിശോധിച്ച് എവിടെയാണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. മഴ കനക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഇത്ര മഴയിൽ കൂടുതൽ നമുക്കറിയാം, ഏതാണ്ട് മഴ വളരെ വർദ്ധിക്കുന്ന സമയത്താണ് ഇതുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കതിനെ തടഞ്ഞൊന്നും നിർത്താൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇത് ഒരു ഡെസിമിനേഷൻ ചെയ്യണം. ഇത്ര മഴ വർദ്ധിച്ചു, അപ്പം ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ വാർഡുകൾ പറയുന്നുണ്ട് ഈ രേഖകളിൽ. ഈ വാർഡുകളിൽ ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രതരായിരിക്കണം. മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം. എവിടെയാണോ ഷെൽട്ടർ ക്യാമ്പുകൾ അവിടേക്ക് മാറണം എന്നുള്ള വിവരം അവരെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യവും ഇപ്പം നമുക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. നമ്മൾ ചെറിയ ഇതിലൊന്നും അല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്നുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവർക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. അത് എത്രമാത്രം ഓരോ പഞ്ചായത്തുകളും അതിനകത്ത് എത്രമാത്രം ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ നമുക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. ആ എമർജൻസി റെസ്പോൺസ് ടീമിലെ ആൾക്കാർ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ട ആധുനികമായിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്താണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു ക്യാമ്പ് എങ്ങനെ ഉണ്ടാക്കണം, ഷെൽട്ടർ ക്യാമ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, അവിടെ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസമിനേഷൻ, അതായത് മഴ വർദ്ധിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ പോകേണ്ടത്, ഏതൊക്കെ റൂട്ടുകളിൽ കൂടാണ് ഇവർ പോകേണ്ടത്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടർ ക്യാമ്പുകൾ എവിടെയാണ്, ഇതൊക്കെ നമ്മുടെ ഈ രേഖകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസേഴ്സും അറിഞ്ഞ് നമുക്ക് വളരെ ജാഗ്രതരായിട്ട് പെരുമാറേണ്ട ഒരു അവസരമാണ്. അതെ, അത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇത്തവണ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം വളരെ നേരത്തെ തന്നെ മഴ തുടങ്ങി എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇനിയും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതിലേക്ക് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീമതി നീത, താങ്കൾക്ക് തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ഈ മാസം അവസാനം വരെ ഈ തരത്തിലേക്ക് മഴ പോകും, അതിനുശേഷം ജൂൺ തുടങ്ങുമ്പോൾ മുതൽ ഒരു ചെറിയ ഇടവേളയാകും കനത്ത മഴയ്ക്ക് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിലുള്ള മഴയെക്കുറിച്ച് ഇപ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇന്നിപ്പോൾ 4:30 മണിക്ക് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ പത്രസമ്മേളനമുണ്ട്. അതായത് മൺസൂണിൻ്റെ അവലോകനം എന്നുള്ളത്. ഇപ്പോൾ ഇനി എത്ര മഴയുണ്ടാകും, ജൂണിൽ എത്ര മഴയുണ്ടാകും എന്നുള്ളത് 4:30 മണിക്ക് ഇപ്പോൾ അത് പത്രസമ്മേളനം വഴി ഇപ്പോൾ അവർ അറിയിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ അടുത്ത ആഴ്ചയിൽ ഒരു അവലോകനം, ആഴ്ചക്കണക്കിനുള്ള ഒരു അവലോകനം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ IMDയുടെ ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സീസൺ മുഴുവനെ ഒന്ന്, പിന്നെ അതിന് ഓരോ മാസങ്ങളിൽ, അതിനുശേഷം ഒരു മാസത്തിൽ 4 ആഴ്ചകളിൽ എങ്ങനെ, പിന്നെ ഒരാഴ്ചയിൽ എങ്ങനെ, അത് ദിവസക്കണക്കിന്, ഇങ്ങനെയാണ് നമ്മൾ IMDയുടെ ഫോക്കാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചക്കണക്കിനുള്ള അവലോകന പ്രകാരവും ഈ വരുന്ന ആഴ്ചയിൽ ഒരു സാധാരണയോ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ സാധാരണ കൂടുതലും തെക്കൻ ജില്ലകളിൽ സാധാരണയോ അല്ലെങ്കിൽ സാധാരണ കുറവും എന്നുള്ള രീതിയിലാണ് ഫോക്കാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളതും. അപ്പോൾ ജൂൺ ആദ്യത്തെ ആഴ്ച നമുക്ക് സാധാരണയിൽ കുറവ് മഴ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഇന്നത്തെ ഒരു ബാക്കിയുള്ള അനാലിസിസും എൻവയോൺമെൻറ്റൽ പാരാമീറ്റർ മോണിറ്ററിങ്ങും എല്ലാം വെച്ചതിന് ശേഷം തോന്നുന്ന ഒരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ആഴ്ചയിലെ ഒരു മഴയുടെ ഒരു പ്രകടനം എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ കുറവായിരിക്കും ജൂണിലെ ആദ്യത്തെ ആഴ്ചയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അത് തന്നെ വടക്കൻ ജില്ലകളിൽ കുറച്ച് കൂടുതലും തെക്കൻ ജില്ലകളിൽ കുറവ് മഴയും എന്ന തരത്തിലേക്കാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് കാലാവസ്ഥ കാലത്ത് വടക്കൻ ജില്ലകളിലാണല്ലോ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. തെക്കൻ ജില്ലകൾ കാലവർഷക്കാലത്ത് കുറച്ച് മഴ കുറവ് കിട്ടുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലവും ഒക്കെ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കാലവർഷക്കാലത്ത് പൊതുവെ മഴ കൂടുതൽ കിട്ടുന്ന 2 ജില്ലകളാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ അതിൽ ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്ന മറ്റൊരു പ്രതിഭാസമാണല്ലോ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന ആ പ്രതിഭാസം, അത് നമുക്കൊക്കെ പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പലയിടങ്ങളിലും, നമുക്ക് തൊട്ടടുത്തുള്ള ഇടങ്ങളിലുമൊക്കെ അത് പെയ്യുന്നതായും നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് അല്ലേ? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട്
ലോകമെമ്പാടും ഇങ്ങനെയുള്ള ഈ അതിതീവ്ര കാലാവസ്ഥ അല്ലെങ്കിൽ അതിതീവ്ര മഴ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ഫാക്റ്റാണത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒബ്സർവേഷൻ പോയിൻറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും പറ്റുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ തന്നെ പെയ്യണം എന്നില്ല. അതിപ്പോൾ 1.5 മണിക്കൂറിലാണെങ്കിലും 10 സെൻറ്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും അത് പക്ഷെ നമുക്കൊന്ന് നേരത്തെ അറിയാനുള്ള ഒരു സംവിധാനമുണ്ടോ? ഇന്നയിടത്ത് ഇങ്ങനെ അതിതീവ്ര മഴ ഈ തരത്തിലേക്ക് പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന്? ക്ലൗഡ് അതിതീവ്ര ഇല്ല. ഇതുപോലെയുള്ള വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ ആദ്യം കാറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിതീവ്ര കാലാവസ്ഥയെ നമുക്ക് പ്രവചിക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 26-ാം തീയതി നമ്മുടെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു, രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. അതൊരു പുതിയൊരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ്. അതിൽ 6 കിലോമീറ്ററാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെതർ ഫോർകാസ്റ്റിംഗ് മോഡലിൻ്റെത് 12 കിലോമീറ്ററാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അതായത് 12 കിലോമീറ്റർ ഉള്ള ഒരു ചതുരത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിവരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ അറിയാൻ പറ്റുന്ന ഗ്രിഡ് പോയിന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള തീവ്ര കാലാവസ്ഥ സംഭവങ്ങളെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് അറിയാനും പ്രവചിക്കാനും പറ്റും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ പുതിയ സിസ്റ്റത്തിനെന്നാണ് അറിയുന്നത്. അത് ഓപ്പറേഷണലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി കൂടുതൽ അറിയാം. ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ പറയും നോർമൽ മൺസൂൺ ആകും ഇത്തവണ ലഭിക്കാൻ പോകുന്നത്, ചിലപ്പോൾ പറയും അത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണ അതെങ്ങനെയായിരിക്കും? ഇല്ല, ഇപ്രാവശ്യം മൺസൂൺ എബോവ് നോർമൽ ആയിരിക്കും കേരളത്തിൽ. ഓൾ ഇന്ത്യ ലെവലിൽ എബോവ് നോർമൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും എബോവ് നോർമൽ തന്നെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി നീത കെ ഗോപാൽ, തിരക്കിനിടയിലും ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന്. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിഥിയിലേക്ക് മടങ്ങിയെത്തും, ഡോക്ടർ ശ്രീകുമാറിലേക്കൊപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധികളും ഉണ്ടാകും. തത്സമയം ഇടവേള. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കൂടാതെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. കനത്ത കാറ്റ് എന്നുള്ളത് അത് തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെയൊക്കെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായൊരു മുന്നറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കാറ്റ് വലിയ വേഗത്തിൽ വീശാനുള്ള സാധ്യതയുണ്ട് എന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന, ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മണിക്കൂർ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് തുടരുന്നത്. അതുപോലെ തന്നെ ബാക്കി 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ച് ഇടപെട്ട് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം നഗരഭാഗത്തേക്ക് മഴ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും മലയോര പ്രദേശങ്ങളിലേക്ക് അടക്കം അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകൾ ഉണ്ട്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശമടക്കം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കും ഈ മത്സ്യത്തൊഴിലാളികൾക്കും അടക്കം ഉയർന്ന തിരമാലകൾക്ക് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശവും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതലും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനടക്കം ഈ മാസം 31 വരെ കടലിൽ പോകുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ട്. അങ്ങനെ കർശനമായൊരു നിർദ്ദേശം നൽകുന്നു. കാരണം വരും മണിക്കൂറുകളിലും ഒരു മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്
പറയുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തോട് സമീപമായിട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം കേരളത്തിലെ കാലവർഷത്തെ സ്വാധീനിക്കാമെന്നുള്ളതാണ്. കൂടാതെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാകും. അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതുപോലെ തന്നെ പല നദികളിലും കേരളത്തിലുടനീളമുള്ള പല നദികളിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കൂടി സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ നദിയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ചു കടക്കാനോ മീൻപിടുത്തത്തിനോ ഒന്നും ശ്രമിക്കരുത്. അത് പലതരത്തിലും അപകടകരമായിട്ടുള്ള ജലനിരപ്പാണ് പല നദികളിലും ഉള്ളത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ പെയ്യും. അതുപോലെ തന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാശനഷ്ട കണക്കാണ്. കാരണം സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ കനത്ത നാശനഷ്ടം, അത് വ്യാപകമായിട്ടുള്ളൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലാണെങ്കിൽ പോലും പലതരത്തിലും വീടുകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭാഗികമായി വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകൾ കൂടുതലായും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതാണ്, വടക്കൻ ജില്ലകളിലാണ് ഇനിയും ഏറ്റവും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. റെഡ് അലേർട്ട് ഉള്ളതാണ് 3 വടക്കൻ ജില്ലകളിൽ. ഞാൻ തിരികെ അതിഥിയിലേക്ക് പോകുന്നു. ഡോക്ടർ എസ് ശ്രീകുമാർ, ദുരന്ത നിവാരണ വിദഗ്ധൻ. ഡോക്ടർ എസ് ശ്രീകുമാർ, നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇനിയും ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ മഴ തുടങ്ങി, അതിനുശേഷം ദുരന്തമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള പ്രദേശങ്ങൾ ഏത് എന്നുള്ളത് കൃത്യമായി തന്നെ അത് മോണിറ്റർ ചെയ്ത് അവിടെയുള്ളവർക്കൊക്കെ നൽകാനുള്ള നിർദ്ദേശങ്ങൾ. പക്ഷേ അതിനു മുൻപ് സാധാരണ നമുക്കറിയാവുന്ന പോലെ എല്ലാ മഴക്കാലത്തിന് മുൻപും ചെയ്യുന്ന ചില കാര്യങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നതാണ്. ഓടകളും കാനകളും ഒക്കെ വൃത്തിയാക്കുക, അതുപോലെ തന്നെ ഈ മരക്കൊമ്പുകൾ വെട്ടുക, മരച്ചില്ലകൾ വെട്ടുക എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇക്കുറി നേരത്തെ മൺസൂൺ എത്തി എന്നുള്ളത് കൊണ്ട് പക്ഷേ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ച വരുത്തി എന്നുള്ളത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ശക്തമായ കാറ്റ്, അത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള കാറ്റ് ഇത്തവണ വീശിയിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഇതിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു സംശയം. ഈ വരുന്ന അപകടങ്ങളുടെയൊക്കെ വാർത്തകൾ എല്ലാം മരം വീണ് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, വീട് തകരുന്നു, അതുപോലെ മരണം സംഭവിക്കുന്നു, ഇപ്പോൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ അത്ര കേൾക്കുന്നതല്ല. വന്ദേ ഭാരതിൻ്റെ പോലും യാത്ര ഏറെ വൈകിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കുറച്ചുകൂടി നമുക്ക് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ലേ ഡോക്ടർ എസ് ശ്രീകുമാർ? അതെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരണം. അതാണ് വേണ്ടത്. കാരണം നമ്മളിപ്പോൾ എപ്പോഴും ആ സമയത്ത് എന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇത് മാറണം, തീർച്ചയായിട്ടും മാറണം. നമുക്ക് ഇത് മുൻകൂട്ടി കാണണം, മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മലയോര മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നീർച്ചാലുകളുണ്ട്. ഈ നീർച്ചാലുകളിലൊക്കെ മണ്ണടിഞ്ഞ് അല്ലെങ്കിൽ മരങ്ങൾ വീണ് ബ്ലോക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നേരത്തെ ഉള്ള മുന്നൊരുക്കങ്ങൾ, മൺസൂണിന് മുന്നിലുള്ള മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിൽ അത് മാറ്റി ക്ലിയർ ചെയ്ത് വെള്ളം സുഗമമായിട്ട് ഒഴുകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോഴും നമുക്കത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് ഓരോ തവണയും നമ്മളിങ്ങനെ ഓരോന്ന് വന്നു കഴിയുമ്പോൾ പറയും. ഇപ്പൊ കോടതി പോലും ഇടപെടുന്ന സന്ദർഭം ഈ കഴിഞ്ഞ ആഴ്ചയും കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ് സർക്കാരിനെ. കാനകൾ വൃത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ എറണാകുളത്തിൽ പോലും എല്ലാ ഇടങ്ങളിലും നമുക്കറിയാം ഇത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്തൊക്കെയുള്ള കാഴ്ചകൾ എല്ലാ മഴക്കാലത്തും നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. നഗരത്തിലൊക്കെ ഒരു മഴയ്ക്കുണ്ടാകുന്ന വെള്ളക്കെട്ട്. അപ്പോൾ അത് എന്താണ് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെയുള്ള കോടതി പോലും ചോദിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഇതിലൊരു കാര്യക്ഷമത ഇല്ലായ്മയുണ്ടോ ഡോക്ടർ ശ്രീകുമാർ? അതോ പരിമിതികളുണ്ടോ? അതെ, അല്ല, പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്വയം ഒരു ബോധം കൃത്യമായിട്ടുണ്ടാകണം. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിയുകയും അതനുസരിച്ചിട്ട് നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമുക്കറിയാം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്ത പല പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരും ചെയ്തിട്ടില്ല എന്ന് പറയാനും നമുക്ക് സാധിക്കില്ല. പക്ഷേ കുറേയൊക്കെ ആൾക്കാർ ഈ കാര്യത്തിൽ നല്ല അലംഭാവം കാണിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരം വീഴുന്ന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ
ഞാൻ നടന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്നും ഒരു വലിയ ഒരു റൂഫ് അത് അടർന്ന് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അന്ന് മേൽക്കൂര വീഴുന്നത്. അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നേരത്തെ അത് അതിൻ്റെ സ്റ്റെബിലിറ്റി അതെ ഞാൻ അതിൻ്റെ സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സുരക്ഷിതമാണോ മേയർ പറയുന്നത് അതിലൊരു വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ് മേയർ പറഞ്ഞത് നമ്മളോട്. പക്ഷേ അത് തൂങ്ങിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പിന്നീട് പുറത്ത് വിട്ടതുമാണ്. അപ്പോൾ അത് വീഴ്ച വന്നിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അവിടെ ഒരു അലംഭാവം സംഭവിച്ചിട്ടില്ല എന്നത് കോർപ്പറേഷൻ പറയുന്നത് നമുക്കറിയില്ല. അതെ അതെ അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കാറ്റ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവനാണ്, കാറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അതിതീവ്ര കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കാറ്റുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഈ മരം വീഴുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ താഴെ വീഴുന്നതും അതുണ്ടാക്കുന്ന ഒരു ഇത് വളരെ കൂടുതലായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു ജാഗ്രത നമുക്ക് നേരത്തെ ചെയ്യേണ്ടതാണ്. ഇനിയും ഒരു പക്ഷേ നമ്മൾ ആ തരത്തിൽ ഇനിയത്തെ ഇതിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പം അത് കണ്ട് ചെയ്യേണ്ടതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതിൽ മറ്റൊന്നിപ്പോ റോഡുകളുടെ അവസ്ഥ, ഡോക്ടർ ശ്രീകുമാർ, റോഡുകളിലേക്ക് വരാം. അതിനും ഇപ്പൊ ജനങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരെ അറിയിക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വീണ് ഒരു സ്കൂട്ടർ യാത്രികൻ്റെ ദാരുണാന്ത്യം ഉണ്ടായി എന്ന വാർത്ത നമ്മൾക്ക് ഏറെ ദുഃഖത്തോടെയാണ് കണ്ടത്. നമുക്കൊപ്പം മുൻപുണ്ടായിരുന്ന ഒരു നമ്മുടെ പഴയ ഒരു സഹപ്രവർത്തകൻ്റെ അച്ഛനാണ് മരണമടഞ്ഞത് എന്നുള്ളത് കൂടി അറിയുമ്പോൾ നമ്മളുടെ ദുഃഖം അത് കൂടുതൽ തീവ്രമാവുകയും ചെയ്തിരുന്നു. ഈ പോസ്റ്റ് അവിടെ മറിഞ്ഞു വീണു എന്നുള്ളത് പോലീസിനെയൊക്കെ അറിയിച്ചതാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ അന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നത് അതൊരു ചോദ്യമല്ലേ? പോലീസിനതിൽ അവിടെ വലിയൊരു ഇടപെടൽ നടത്തേണ്ടുന്ന സമയമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. എന്നാൽ അവിടെ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടുന്നത് അത് ചെയ്തില്ല. ഇതൊന്നും ചെയ്യാതെയാണ്, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്, മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ഇത് കണ്ട് ഇരിക്കുന്ന ഒരു നാട്ടുകാരൻ എന്ത് ചെയ്യണം? അവർ KSEB വിളിച്ചാൽ ചിലപ്പോൾ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ KSEBക്കാരെ നമ്മളൊന്നും ഒരിക്കലും കുറച്ച് കാണുകയല്ല. അവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് വലിയ ജോലിയാണ്, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അടിയന്തരമായി ചില ഘട്ടങ്ങളിൽ ഒരു അടിയന്തര ഇടപെടൽ അത് വേണ്ടതുണ്ടല്ലോ. അതെ, ശരിയായിട്ടും നമ്മൾ ഈ ജനങ്ങൾ തന്നെ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പം ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഇപ്പം മരം വീണിട്ടുമൊക്കെ. ഇത് നമുക്ക് അറിയിക്കേണ്ട ആരാണ്? ഈ കാര്യത്തിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള അവബോധം അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകേണ്ടതായിട്ട്. അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കേണ്ട എവിടെയാണ് വിവരങ്ങൾ നൽകേണ്ടത്. ഇനിയും ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ അവിടെ അറിയിക്കേണ്ടതാണെങ്കിൽ അവിടെ അറിയിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട ഒരു അറിവ് ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള അവയർനെസ് തന്നെ ഒരു ദുരന്ത നിവാരണത്തിൽ അല്ലെങ്കിൽ ദുരന്ത ലഘൂകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വയം എന്തൊക്കെ ചെയ്തുകൂടാ, എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഓരോ ദുരന്തമായിരിക്കും ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു അവയർനെസ് അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ഇപ്പോഴും കേരളത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ജനങ്ങളിലേക്ക് നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനൊരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതെ, ചില ടോൾ ഫ്രീ നമ്പറുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ ടോൾ ഫ്രീ നമ്പർ ഏത് എന്നുള്ളത് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടി അവബോധം ലഭിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരികെ എത്താം. തിരികെ ന്യൂസ് ഇവനിങ്ങിലേക്ക് ഇപ്പോൾ വരുന്നൊരു വാർത്ത, അത് മലപ്പുറത്ത് നിന്നാണ്. വണ്ടൂരിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് ഒരു അപകടമുണ്ടായിട്ടുണ്ട്. പുളിയക്കോടാണ് ഈ സംഭവം. ഒരു യാത്രക്കാരന് പരിക്കേറ്റു, മരം മുറിച്ച് മാറ്റുകയാണ്. ഫയർഫോഴ്സും പോലീസും എത്തി എന്നുള്ളതാണ്. കൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചു എന്നൊരു വാർത്തയുണ്ട്. ഇരുട്ടുകാനം കല്ലാർ 2-ാം മൈൽ വഴിയുള്ള ഭാഗത്ത് കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ
ഇരുട്ടുകാനം ആനച്ചാൽ വഴി പോകണം. ദേശീയപാത നവീകരണം നടക്കുന്ന പല ഭാഗത്തും മണ്ണിടിയുന്നു എന്നത് കൂടി ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കൂടാതെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രാ നിരോധനം 30-ാം തീയതി വരെ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാസർഗോഡ് നിന്ന് വരുന്ന വാർത്ത, ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു, പക്ഷേ ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നൊക്കെയുള്ള ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് ഇനി പോകുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഇപ്പോൾ ഈ വലിയ മഴയാകുമ്പോൾ കൂടുതൽ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണല്ലോ. ചട്ടഞ്ചാലിൽ എന്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു, അത് ഏത് ഭാഗത്താണ്? കൂടാതെ മരം വീണതിൻ്റെ വിശദാംശങ്ങൾ. അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചട്ടഞ്ചാലിലാണ്. NH66 മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കുന്ന് ഇടിച്ചാണ് ഈ ഒരു ദേശീയപാത നിർമ്മിക്കുന്നത്. പകുതിയോളം ഭാഗം, ദേശീയപാതയ്ക്ക് അത്രത്തോളം വീതി കൂട്ടണമെങ്കിൽ പകുതിയോളം ഭാഗം ആ കുന്നിടിച്ച് നിരപ്പാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാണിപ്പോൾ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നേരത്തെ ആ ഗർത്തം രൂപപ്പെട്ടത്. ഉച്ചയോടുകൂടിയായിരുന്നു ഗർത്തം രൂപപ്പെട്ടത്. ഇപ്പോൾ ഇതാ തൊഴിലാളികൾ പൂർണ്ണമായും ആ ഗർത്തം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗർത്തം പൂർണ്ണമായും മൂടിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് മുൻപത്തെ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് ഉച്ചയോടെ ഉണ്ടായ ഗർത്തമാണ്. അത് വെള്ളം ഇവിടേക്ക് ഒലിച്ചു വന്ന്, ശക്തമായ മഴയിൽ വെള്ളം ഒലിച്ചു വന്ന് റോഡ് ഇടിഞ്ഞു താഴുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷന് തൊട്ടു താഴെയാണ് ഈ ഒരു സ്ഥലമുള്ളത് എന്നാണ്. ഒരു വളവാണ്, ധാരാളം വാഹനങ്ങൾ ഈ ദേശീയപാതയിലൂടെ പോകുന്നൊരു സ്ഥലമാണ്. അപകട സാധ്യത ഏറെയുള്ള പ്രദേശത്താണ് ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടത്. ഇപ്പോൾ ആ ഗർത്തം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് തൊഴിലാളികൾ മൂടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കുന്ന് ഇടിച്ചുകൊണ്ടാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ കുറച്ച് വൈഡ് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ കുന്ന് ഇടിച്ചുകൊണ്ടാണ് ഈ ദേശീയപാതയുടെ പകുതി ഭാഗങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് സോയിൽ നൈലിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അതും കാര്യക്ഷമമായി ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ രൂപപ്പെട്ട ഗർത്തം, ഇന്ന് ഉച്ചയോടെ രൂപപ്പെട്ട ഗർത്തം ഇപ്പോൾ ഈ തൊഴിലാളികൾ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിട്ടുണ്ട്. അനുജ, അതാണൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അരുൺ. അതായത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുന്നു, ആർക്കും പരുക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അനുജ, അപകടമുണ്ടായത് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു. വിദ്യാനഗറിലാണ് അപകടമുണ്ടായത്. ഒരു ആൾട്ടോ കാറായിരുന്നു. ആ ആൾട്ടോ കാറിന് മുകളിലേക്കും വൈദ്യുതി കമ്പിക്ക് മുകളിലേക്കും കൂടി ഈ വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. ഉടൻ തന്നെ വാഹനം നിർത്തിയത് മൂലം വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും KSEB ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയാണ് ഈ വൈദ്യുതി ലൈനൊക്കെ അവിടെ നിന്ന് മാറ്റി വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചതിന് ശേഷമാണ് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും മരം വെട്ടി നീക്കുകയും ചെയ്തത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, അതാണ് ആശ്വാസകരമായ വിവരം, ആർക്കും പരുക്കില്ല എന്നുള്ളതാണ്. അവിടെ മഴ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ എസ് ശ്രീകുമാറിലേക്ക് വീണ്ടും. ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ റോഡുകളുമായി ബന്ധപ്പെട്ടത്, ഇപ്പോൾ ദേശീയപാത NH66 അപകടം മഴ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ്. അത് എത്ര വലിയ പ്രതിസന്ധിയിലാണ് ചിലയിടങ്ങളെങ്കിലും ഉള്ളത് എന്ന് നമ്മളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞത്. ഇപ്പോൾ അത് മഴ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി അപകടാവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നതിൻ്റെയാണ് വിള്ളലും മണ്ണിടിച്ചിലും ഗർത്തവും ഒക്കെ കൂടുതൽ രൂപപ്പെട്ടു വരുന്നുള്ളത്. അപ്പോൾ ഈ മേഖലയിലുള്ളവർക്ക് കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം എന്നുള്ളതാണല്ലോ ഇത് കാണിക്കുന്നത്. ഡോക്ടർ ശ്രീകുമാർ. അതെ, കേരളത്തിലെ പ്രത്യേക ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ ഒരു ജിയോളജിക്കൽ കണ്ടീഷനും വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, നമുക്ക് വികസനത്തിന് എതിരല്ല, പക്ഷേ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് അതിന് യോജിച്ച രീതിയിലാണോ ഈ അവിടെ ഉണ്ടാക്കുന്ന ഡിസൈന്, അതിൻ്റെ വീതി, അതിൻ്റെ ഹൈറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ റോഡുകളുടെ ഒരു പറയുമ്പോൾ നമുക്കറിയാം അത് എത്ര അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംശയമുണ്ട്. കാരണം ഒരു DPR നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വെറ്റ്ലാൻഡാണ്, അതായത് തണ്ണീർത്തടം. അപ്പോൾ അവിടെ എത്ര ക്വാണ്ടിറ്റി, എത്ര എമൗണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന കളിമണ്ണ്, അതുപോലെ തന്നെ ആ കളിമണ്ണിൻ്റെ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ലിമിറ്റ്, അതിൻ്റെ ഫ്രിക്ഷൻ എത്രമാത്രമുണ്ട്, ഇത്തരം കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാവണം അവിടെ ഒരു ഡിസൈൻ, ഒരു സ്ട്രക്ചർ ഉണ്ടാകേണ്ടത്.
അതുപോലെ തന്നെ ആ തരത്തിലുള്ള ഒരു പരിശോധന അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു സംശയം. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് പ്രത്യേകിച്ച് റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പഠനവും അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പഠനം ആവശ്യം. നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഇപ്പം ധനുഷ്കോടി ഞാൻ പറഞ്ഞുകൊണ്ടാണ് 2013 ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഉരുളല്ല മല ഇടിഞ്ഞു. ആ മല ഇടിഞ്ഞിട്ട് അവിടെ 2 പേരും മരിച്ചു. അത് ഏതാണ്ട് ഇതേ ഒരു സമയത്താണ് മഴ ശക്തമായിട്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അതെ അപ്പോൾ ഇവിടെ ഷിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു കുന്ന് ഇടിച്ചിട്ടുള്ള റോഡാണ്, കട്ടിങ് ആണ്, എംബാങ്ക്മെൻ്റ് അല്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള ഒരു റോഡാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടുകലിൻ്റെ സ്ലോപ്പ്, ചരിവ് എത്ര വേണം? കാരണം ആ മണ്ണിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് വേണം നമുക്ക് ചരിവ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ചരിവ് ഇപ്പം 30 ഡിഗ്രി കൊടുക്കണമെങ്കിൽ മിക്കവാറും ആ സൈഡിലുള്ളത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആയിരിക്കും. അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി വരും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ ചരിവില്ലാതെ 30 ഡിഗ്രി ചരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫോറസ്റ്റിൻ്റെ ഏരിയ വേണ്ടി വരും. അത് എടുക്കാൻ പറ്റില്ല. ആ പരിമിതി ഏരിയയുടെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ടുള്ള അപ്പോൾ എൻ്റെ ഒരു സംശയം, ഒരു ചെറിയ മറുപടി, എനിക്കൊരു ഇടവേള എടുക്കണം, അതുകൊണ്ടാണ് ഡോക്ടർ ശ്രീകുമാർ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ താമസിക്കുന്ന, ഇപ്പം നമ്മൾ കേരളത്തിൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന, ഇപ്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ അടിയന്തരമായി എന്താണ് അവർക്ക് നൽകേണ്ടുന്ന ഒരു നിർദ്ദേശം? അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദുരന്ത സാധ്യത പ്രദേശങ്ങൾ കുറേയൊക്കെ അവർക്ക് തന്നെ അറിയാം, അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ. ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ അവർ കയറി പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ നീർച്ചാലുകൾ വരും. ആ നീർച്ചാലുകളിലൊക്കെ പതുക്കെ കല്ലുകളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അത് പതിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് വളരെ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതാണ് ഈ മണ്ണിലേക്ക് വെള്ളത്തിൻ്റെ ഒരു മർദ്ദം സ്വരൂപിക്കാൻ ഇടയാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ജനങ്ങൾ അതിൽ നിന്നും പിന്മാറണം എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് പറയുന്ന ഒരു കാര്യം. 2, ഈ മഴയുടെ തീവ്രത നമ്മുടെ ഇപ്പോൾ IMD ഒക്കെ കൃത്യമായിട്ട് മഴ കണക്കുകളൊക്കെ പറയുന്നുണ്ട്, പ്രവചനം ഉണ്ട്. അത് ശ്രദ്ധിക്കുക. അത് അനുസരിച്ചിട്ട് വേണം അവിടെയുള്ള പ്രവൃത്തികളും. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ മഴ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മളെ എത്ര അടുത്ത ദിവസം എന്താണ് മഴ, അതിൻ്റെ അളവെന്താണ്, റെഡാണോ ഓറഞ്ചാണോ എന്നൊക്കെ നമ്മൾ അത് അനുസരിച്ചിട്ട് വേണം നമ്മുടെ യാത്രകളും ഒക്കെ സജ്ജീകരിക്കാൻ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു മുൻകരുതലുകൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത്. അതെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു കാര്യം കൂടി, അതായത് മലയോര മേഖലയിൽ സാധാരണയിൽ കാണുന്നതിൽ കൂടുതൽ മഴയാണ് ഇന്ന് രാവിലെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ 29-30 തീയതികളിലൊക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആ മേഖലയിലുള്ളവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ താങ്കളിലേക്ക് എത്തും ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം. തിരികെ ന്യൂസ് ഇവനിംഗിലേക്ക്. ഡോക്ടർ ശ്രീകുമാർ, ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി, അതായത് മലയോര മേഖലയിൽ സാധാരണയിൽ കൂടുതൽ മഴ പെയ്യുന്നുണ്ട് എന്നത്, കൂടാതെ നമുക്കറിയാം വേനൽ മഴ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചു. സാധാരണയിൽ കൂടുതൽ വേനൽ മഴ ലഭിച്ച ഒരു വർഷമാണിത്. അപ്പോൾ തന്നെ ഈ മണ്ണിൽ നല്ല വെള്ളമുണ്ട്. ഇനിയും ഇങ്ങനെ നല്ല കൂടുതൽ മഴ പെയ്ത് അതിൻ്റെ ആ ഒരു മൃദുത്വം കൂടി വരുന്നു എന്നുള്ളത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ കൂടുതൽ സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മലയോര മേഖലകളിലുള്ളവരൊക്കെ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലേക്കൊരു ജാഗ്രത കൈക്കൊള്ളണം? ചെറിയ മറുപടി. മലയോര മേഖലയിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുരന്ത സാധ്യത ഏതാണ്ട് അറിയാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ ജനങ്ങൾ മാറി താമസിക്കണം എന്ന് പറയുമ്പോൾ അത് അനുസരിക്കുകയും അതനുസരിച്ചിട്ട് ഷെൽട്ടർ ക്യാമ്പുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം. അത് വളരെ ശ്രദ്ധിക്കണം. പല സ്ഥലങ്ങളിലും അത് അവിടുത്തെ ആൾക്കാർക്ക് അത് പലപ്പോഴും ഞങ്ങൾ പലപ്പോഴും മഴകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് അവർ പോകുന്നില്ല. അത് വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. രണ്ടാമത്, മലയോര മേഖലയിൽ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റോഡുകളുടെ കോൺകേവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതായത് വീതി കൂടിയ സ്ഥലങ്ങളുണ്ട്, വളവുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ കടകളും
അതുപോലെ തന്നെ വണ്ടികളൊക്കെ നിർത്തി തന്നെ ആൾക്കാർ അവിടെ ഭക്ഷണം മേടിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ അവിടെ മലയുടെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിവർത്തനങ്ങൾ നടത്തുന്നത് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. വളരെ നന്ദി ഡോക്ടർ ശ്രീകുമാർ. അതെ, വളരെ നന്ദി ഡോക്ടർ ശ്രീകുമാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഞാൻ കോഴിക്കോട്ടേക്കൊന്ന് പോവുകയാണ്. അവിടെ ഭട്ട് റോഡിൽ കടലാക്രമണം രൂക്ഷമാണ്. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറിയെന്ന വാർത്തയുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ. അനുജ, വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭട്ട് റോഡ് അവിടെ താമസിക്കുന്നവർ, തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർ അനുഭവിക്കുന്നത്. കാരണം വേലിയേറ്റ സമയത്താണ് വലിയ ദുരിതമുണ്ടാവുക. ഇപ്പോൾ വേലി ഇറക്കമാണ്, അതിനാൽ കുറച്ചൊരാശ്വാസമുണ്ട്. പക്ഷേ രാവിലെയും രാത്രിയുമായി കടലാക്രമണം രൂക്ഷമാണ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 300 മീറ്ററോളം ദൂരത്തിൽ അവിടെ കടൽ ഭിത്തി തകർന്നിട്ടുണ്ട്, ഈ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ വെള്ളം വീടുകളിലേക്ക് അടിച്ചു കയറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ തകർന്ന സംരക്ഷണ ഭിത്തി നന്നാക്കണം എന്ന ആവശ്യം വളരെയധികം കാലമായി ഇവർ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ഈ അധികൃതരുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇത് ഭട്ട് റോഡിലെ മാത്രം കാഴ്ചയല്ല, ശാന്തിനഗർ കോളനിയിലും സമാനമായ സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയിൽ പലയിടത്തും ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമാകുന്നുണ്ട്. ഇന്നിപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നതിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. നഗരമേഖലകളിൽ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതെ, കോഴിക്കോട്ട് മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് എന്നതാണ്. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നേരത്തെ ഞാൻ വായിച്ച ഗതാഗത നിരോധനവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശത്തിലേക്ക്. കനത്ത മഴയെ തുടർന്നാണ് മൂന്നാറിലെ പല ഭാഗത്തും മണ്ണിടിഞ്ഞ സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചത്. ഇരുട്ടുകാനം കല്ലാർ 2-ാം മൈൽ വഴിയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ. അനുജ, ഇരുട്ടുകാനം മുതൽ കല്ലാർ 2-ാം മൈൽ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വ്യാപകമായി അവിടെ നിന്ന് മണ്ണിടിച്ച് മാറ്റുകയും ചെയ്തിരുന്നു. അപകട ഭീഷണി ഉണ്ട് എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചതാണ്. ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ പല ഭാഗങ്ങളിലും ഇടിഞ്ഞു. ഇന്ന് വ്യാപകമായി മണ്ണിടിഞ്ഞതോടെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ഈ വാഹന ഗതാഗതം അതിലെ ഉണ്ടെങ്കിൽ സാധിക്കില്ല എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുട്ടുകാനം മുതൽ 2-ാം മൈൽ വരെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾ അടിമാലിയിൽ നിന്ന് ഇരുട്ടുകാനത്തെത്തി ആനച്ചാൽ വഴി 2-ാം മൈൽ കയറി മൂന്നാറിലേക്ക് പോകേണ്ടതാണ്. ശരി, പല ഭാഗത്തും മണ്ണിടിഞ്ഞ സാഹചര്യത്തിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ ആദ്യവാരം ഒരു ചെറിയ ഇടവേളയുണ്ടാകും മഴയ്ക്ക്. മഴയുടെ ശക്തി കുറയും എന്നതാണ്. അല്പസമയം മുൻപ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത്ത നമ്മളോട് സംസാരിച്ചു. ന്യൂസ് ഈവനിങ് അവസാനിക്കുകയാണ്. ഇനി ഹോട്ട് ന്യൂസുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോന ജെറിയും. നമസ്കാരം.